Let's continue with our studies in the book of James. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള നമ്മുടെ പഠനം വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ വളരെ ടഫായിട്ടുള്ള ഒരു പോർഷനായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നത്. ഇന്നും അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഈ ചാപ്റ്റർ മുഴുവൻ, മൂന്നാമത്തെ അധ്യായം മുഴുവൻ ആ കാര്യം എടുത്തു പറഞ്ഞു. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിലുള്ള വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അത് നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണുവാൻ തക്കണം സാധിക്കും. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലുമെല്ലാം ഈ വിശ്വാസം കാണേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം ഈ വിശ്വാസം നമ്മളിൽ അങ്ങനെ കാണുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവൃത്തി നമ്മളിൽ കാണുന്നില്ലെങ്കിൽ, നിശ്ചയമായിട്ടും ആ പ്രവൃത്തിക്ക് എന്തോ കുഴപ്പമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം ഇങ്ങനെ പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാവിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും പലതിനും തെറ്റിപ്പോകുന്നു. എന്നാൽ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he is mature and full of all good works if that person is able to control their tongue. അപ്പം നമ്മൾ പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. മൃഗങ്ങളെയൊക്കെ നമുക്ക് ടൈം ചെയ്യുവാൻ സാധിക്കും, എന്നാൽ നാവിനെയോ ടൈം ചെയ്യുവാൻ സാധ്യമല്ല. അത് ചെറിയൊരു അവയവമാണ്, എങ്കിലും അത് വളരെ വമ്പ് പറയുകയും അത് കാട് കത്തിക്കുന്ന തീ പോലെ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഏബിൾ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അപ്പം നമ്മുടെ ഹൃദയത്തെ സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു സംശയം, നാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? വാട്ട് എൽസ് വി ക്യാൻ ഡു? നമുക്കറിയാം, നമ്മുടെ നാവ് പ്രസ്താവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തതിൻ്റെ കാരണം, കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യം നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുവാൻ തക്കണം ഇവിടെയായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതാണ് നാവ് പ്രസ്താവിക്കുന്നത്. അപ്പം നാവിനെ മാത്രം കൺട്രോൾ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ടൈം ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഹൃദയത്തിന് വ്യത്യാസം വരണം. അപ്പം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിശ്ചയമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ മാറ്റം കൊണ്ടുവരണം. The faith in the Lord Jesus Christ should change us completely. There should be a transformation that happens to our heart. And if that transformation has happened, then there is no doubt our words would be completely transformed words. Words that would bring life. Words that would speak faith. Words that would produce good results. അപ്പം നിശ്ചയമായിട്ടും അങ്ങനെയുള്ള കാര്യം നമുക്ക് ഉണ്ടാകുവാൻ തക്കോണം ഇടയായിത്തീരും. എന്നിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും എങ്ങനെ പുറപ്പെടുന്നത്? Like you're cussing and you're doing a lot of wrong things with your mouth. Yet when we come to church or when we go for meetings, we just praise the Lord. And how is it possible? And he tells us that that's not possible because, naturally those things are not possible, because if a spring is producing sweet water, it is going to bring sweet water. If a spring is producing bitter water, it is going to bring bitter water. കയ്പുള്ള ഉറവയാണെങ്കിൽ ആ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല. എന്നാൽ നല്ല വെള്ളം വരുന്ന ഉറവയാണെങ്കിൽ നിശ്ചയമായിട്ടും അതിലെപ്പോഴും നല്ല വെള്ളം തന്നെയാണ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. So let us just look at from verse number 14 on. So we need to understand that part, and let us continue till the end of the chapter. ഇവിടെ 14-ാമത്തെ വാക്യം മുതൽ ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഈ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുന്നതും പറയുമരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പ്, bitterness. I want to spend a little bit of time there. കയ്പുള്ള
ഈർഷ്യ, എ ബിറ്റർ jealousy, or a bitter feel in our heart towards people. അത് ഉണ്ടെന്നിരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് ശാഠ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റബേൺനെസ് മൂലമുണ്ടാകുന്ന ഫാക്ഷൻസിനെ കുറിച്ചും അത് പറയുന്നുണ്ട്. അപ്പം സ്റ്റബേൺനെസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാ ഭോഷ്ക് കാണിക്കുന്നത്, തെറ്റ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം വിരോധമായിട്ട് പ്രൈസ് ദി ലോർഡ് ആൻഡ് ജസ്റ്റ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദി ലോർഡ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇതെങ്ങനെ പോസിബിൾ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു പുട്ട് ഓൺ ദ മാസ്ക്. ഒത്തിരി ആളുകളുണ്ട് ഈ മാസ്കുകൾ ഇട്ടുകൊണ്ട്. നമുക്ക് ഈ മാസ്കിനെ കുറിച്ച് ഒരു സമയത്ത് മെഡിക്കൽ വേൾഡിലുള്ളവർ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ അറിയാം, എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മാസ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുഖത്തെ മൂടും സംരക്ഷിക്കും എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള മാസ്കിനെ കുറിച്ചല്ല പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഈ ഡ്രാമകൾ അല്ലെന്നുണ്ടെങ്കിൽ സ്കിറ്റുകൾ അല്ലെങ്കിൽ പ്ലേകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those people who made big plays and big skits and stuff like that, what they used to do was there were a couple of actors. They will take on the character of different, or take on the role of different characters in that story. ഇങ്ങനെയുള്ള വലിയ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നവർ, അഭിനേതാക്കൾ കുറവായിരുന്നത് കൊണ്ട് അവരാതേ നാടകത്തിലുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ ഭാവവും അവരെടുക്കാറുണ്ട്. അപ്പം ഒരെണ്ണം ആക്ട് ചെയ്യുമ്പം അവരുടെ കയ്യിൽ അങ്ങനെ ഒരു മാസ്ക് അവർ പിടിക്കും. എന്നിട്ട് അവരുടെ ആ ആക്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മാസ്ക് മാറ്റി വെച്ച ശേഷം അടുത്ത മാസ്ക് എടുത്ത് പിടിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ആക്ടിൽ ഒരുപക്ഷെ നല്ല ആളായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നത്തെ ആക്ടിനകത്ത് അദ്ദേഹം വില്ലനായിട്ടും ആക്ട് ചെയ്തെന്നിരിക്കാം. അപ്പം ഇതിനകത്ത് ഒരു കാര്യം, ചിന്തിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളും പലപ്പോഴും ഇതേപടിയാണ്. വി ഓൾസോ ആർ ലൈക്ക് ദാറ്റ്. വി ആക്ട് സോ പയസ്, വി ആക്ട് സോ ഗുഡ്, വി ആക്ട് സോ നൈസ്, ആൻഡ് വി കൈൻഡ് ഓഫ് മേക്ക് എ പിക്ചർ ദാറ്റ് വി ആർ റിയലി വെൽ. നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കും. നമ്മളെല്ലാവരും ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു പിക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എന്നാൽ വേറൊരു ഭാഗത്ത് നമ്മളിൽ എല്ലാ കുഴപ്പങ്ങളുമുണ്ട്. എസ്പെഷ്യലി ഇവിടെ പറഞ്ഞേക്ക ഹൃദയത്തിനകത്ത് ഭയങ്കര കയ്പ്. എങ്ങനെ ഈ കയ്പ് ഉണ്ടാകുന്നത്? പലരും പല വിഷയങ്ങളിൽ കയ്പുണ്ടാകാറുണ്ട്. ദ ബിറ്റർ ഫീൽ ഇസ് ദെയർ. ബിറ്റർനെസ് ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി വെരി ഡേഞ്ചറസ്. ലെറ്റ് മീ ടെൽ യു ദാറ്റ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ കയ്പ് എന്ന് പറയുന്നത്. സംടൈംസ് people would say something against us. നമുക്ക് അഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു. അത് വീട്ടുകാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, കൊളീഗ്സ് ആയിക്കൊള്ളട്ടെ, നെയ്ബേഴ്സ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ബന്ധത്തിലുള്ള ആളുകളായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് തിരിച്ച് അവരോട് അതേപടി പ്രതികരിക്കാൻ പറ്റിയില്ലെന്നിരുന്നോട്ടെ. അല്ലെങ്കിൽ പ്രതികരിച്ചത് നമ്മൾ ഉദ്ദേശിച്ച വണ്ണം പ്രതികരിക്കാൻ നമുക്ക് പറ്റിയില്ല. നമ്മുടെ ഹൃദയത്തിനകത്തൊരു വേദന ആദ്യം ഉണ്ടാകും. there will be a little bit of pain in our heart, and that pain would stay there for a longer period of time. അത് കുറച്ച് നാള് നമ്മുടെ ഹൃദയത്തിനകത്ത് അതങ്ങനെ ഇരിക്കും. ആൻഡ് ദെൻ ഇറ്റ് വിൽ ടേൺ ഔട്ട് ആസ് ആങ്കർ. അതിനുശേഷം നമ്മുടെ ഹൃദയത്തിനകത്ത് അത് വലിയൊരു ദേഷ്യമായിട്ട് തീരും. ആൻഡ് വി വുഡ് ഓണസ്റ്റ്ലി വി ആർ സോ ആംഗ്രി അറ്റ് ദറ്റ് പേഴ്സൺ. നമ്മൾ ആ മനുഷ്യനോട് അല്ലെങ്കിൽ ആ സ്ത്രീയോട് നമ്മൾ ഭയങ്കര ദേഷ്യമായി കഴിഞ്ഞു. നമ്മുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത ദേഷ്യമായി കഴിഞ്ഞു. ആങ്കർ ഇങ്ങനെ അവിടെ ഇരിക്കും. The anger would bring resentment and just at the end it would become hatred. അത് പിന്നെ ഭയങ്കര പകയായിട്ട് മാറും. ഭയങ്കരമായിട്ടുള്ള അവരോടുള്ള നിരന്തരമായിട്ടുള്ള ഒരു പക ആയിട്ട് മാറും. And then it will turn as bitterness. അകത്ത് ഭയങ്കര കയ്പായി കഴിഞ്ഞു. Now ആങ്കറിൻ്റെ സമയത്ത് തന്നെ ഇത് തുടങ്ങും. എന്നാൽ പിന്നീട്
നമ്മൾ ഈ അടുത്ത ലെവലിലോട്ടൊക്കെ പ്രോഗ്രസ് ചെയ്ത് വരുമ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ അളവ് കൂടി വരും. നമ്മളെപ്പോഴും അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കും. നമ്മൾ എപ്പോഴും അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേട്ടാൽ അത് എക്സാജറേറ്റ് ചെയ്ത്, അവരുടെ കുഴപ്പങ്ങളൊക്കെ എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കും. അവർ നമ്മുടെ മുന്നിൽ എപ്പോഴും കാണും. അവരില്ലെങ്കിൽ പോലും നമ്മുടെ വർത്തമാനത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ കാണും. എന്ന് പറഞ്ഞാൽ അവരോടുള്ള ആ ദേഷ്യം പല രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ബിറ്റർനെസ് കടന്നു വരുന്നത് മിക്കവാറും അൺഫോർഗിവ്നെസ്സും ഉണ്ടാകും. It happens because of unforgiveness. Sometimes we don't forgive ourselves. നമ്മളോട് തന്നെ നമുക്ക് കയ്പ് തോന്നാം. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായി എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വന്നു കഴിയുന്ന we don't like that moment we messed up. We don't like that moment. Maybe it has to do with an abuse. Maybe it has to do with a relationship that we are in. And the moment we decided to go with that relationship or go with that abuse, we despise that moment. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങ് വല്ലാത്ത ഭാരമുളവാക്കി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളോട് തന്നെ ദേഷ്യം തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞ അത് നമ്മളോട് തന്നെയുള്ള പകയായിട്ട് മാറി. And bitter feeling that happens in our life. Now, is it possible for a Christian to continue in that bitterness? ഒരു ദൈവ പൈതലിന് അങ്ങനെ ഒരു കയ്പിൻ്റെ അവസ്ഥയിലൂടെ പോകാൻ പറ്റുമോ? The answer is no. Because we are supposed to forgive. നമ്മൾ ക്ഷമ കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. We have to forgive those people. We have to forgive ourselves. We have to forgive, just what has happened. We need to let it go. നമ്മളത് കളയേണ്ട ഒരു കാര്യമാണ്. കാര്യം പിതാവായ ദൈവം ക്രിസ്തുയേശുവിലൂടെ നമ്മളോട് കാണിച്ച സ്നേഹവും നമ്മളോട് കാണിച്ച ക്ഷമയും, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് തന്നതുകൊണ്ട്, അതിനൊന്നും യാതൊരു യോഗ്യതയും നമുക്കില്ല. നമ്മളും മറ്റുള്ളവരോട് നമ്മുടെ പാവങ്ങളെ മറ്റുള്ളവരുടെ പാവങ്ങളെ ക്ഷമിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളങ്ങനെ ക്ഷമിക്കുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷമ ലഭിക്കുന്നില്ല എന്ന് നമുക്ക് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. So forgiveness is something that we need to do, and we don't need permission from the other party to let go. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് വേറൊരാളോട് ക്ഷമിക്കാൻ അയാളുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. If I choose to forgive somebody, I can forgive that person no matter what. If I choose to let go of a situation, I can do it. But the problem is we keep all these things and we end up with a bitter heart. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പാപത്തിൻ്റെതായിട്ടുള്ള വഴികളാണ്. ഇനി അടുത്തൊരു കാര്യം, ശാഠ്യം. നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങ് സ്റ്റബേൺനെസ് നിറഞ്ഞു നിൽക്കുക. വി ആർ നോട്ട് സോഫ്റ്റൻഡ്. വി ആർ നോട്ട് ഹാവ് എൻ എംപത്തി ടുവേർഡ്സ് അതർ പീപ്പിൾ. വി ഡോണ്ട് ഫീൽ വാട്ട് അതർ പീപ്പിൾ ഫീൽ. വി ഹാവ് നോ എംപതി. വി ആർ സോ സെൽഫിഷ്. വി ആർ സോ പ്രൈഡ്ഫുൾ. ശാഠ്യത്തിൻ്റെ പുറകിലുള്ള കാര്യം, അല്ലെങ്കിൽ ദ സ്റ്റബേൺനെസ് ദാറ്റ് ലീഡ്സ് ടു ഫാക്ഷൻ ഓർ ഡിവിഷൻസ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രൈഡിനെ കാണിക്കുന്നതാണ്. ഇത് സെൽഫിഷ്നെസ്സിനെ കാണിക്കുന്നതാണ്. ഇത് നമ്മളിലുള്ള ആ നീരസത്തെ കാണിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ശാഠ്യം എന്ന് പറയുമ്പോൾ. ഇതെല്ലാം വെച്ചോണ്ട് ചില ആളുകൾ ഇതൊന്നും കളയാതെ, ഇതിനൊന്നും ഒരു വ്യത്യാസവും വരുത്താതെ അവർ ഇത് ഇങ്ങനെ ഹൃദയത്തിൽ ഇരിക്കെ തന്നെ അവർ ഞങ്ങൾ നല്ല ആത്മീയരാണ്, എല്ലാ കാര്യവും ഓക്കെയാണ് എന്ന് പ്രശംസിക്കുകയും അവർ കള്ളത്തരം പറയുകയാണ് ചെയ്യുന്നത്. അവർ ഭോഷ്ക്ക് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്ന അങ്ങനെ പറയുകയും അരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫിക്സ് യുവർ ഇഷ്യൂ, ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. ഇത് ഇങ്ങനെയുള്ള കാര്യം 15-ാമത്തെ വാക്യം പറയുക, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ദിസ് ഇസ് നോട്ട് ദ വിസ്ഡം ദറ്റ് കംസ് ഫ്രം ദി അബവ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എന്തോ പറയും നമ്മളോട്, you cannot keep bitterness. You need to forgive. You need to let go. You need to move. You cannot have pride in your life. You have to let it go. Because pride is something, that God hates. ദൈവം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അത് നമുക്ക് തകർച്ച ഉളവാക്കുന്ന ഒരു കാര്യമാണ്.
ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യം ഞാനെന്തിനാ കീപ്പ് ചെയ്യുന്നത്? ഐ നീഡ് ടു ലെറ്റ് ഗോ. ഇതാണ് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം നമ്മളോട് പറയുന്നത്. ഐ കനോട്ട് ബി stubborn. I have to understand other people. I should have empathy towards other people. I have to think about the collective good. All these things are there. ഇതാണ് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. പക്ഷേ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. നോക്കിയ ആ വാക്കുകൾ ശ്രദ്ധിച്ചോണേ. ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. There are three things. ഭൗമികം, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എർത്തലി, ഈ ഭൂമിയിലുള്ള വേൾഡിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇതാ പറയുന്നത്. ഇങ്ങനെ വേണം ചെയ്യാൻ. You go against whatever other people have done to you. You need to show vengeance. You need to show retaliation one way or the other. Revenge is really, really good. ഇത് ഭൗമികം. പ്രാകൃതം മീൻസ് ഇറ്റ് ഈസ് കാർണൽ അല്ലെങ്കിൽ സെൻഷ്വൽ. കാർണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലഷ്ലി. നമ്മുടെ ഫ്ലഷ് നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യത്തെയാ ഫ്ലഷ്ലി അല്ലെങ്കിൽ കാർണൽ എന്ന് പറഞ്ഞത്. ഒരാളൊരു കാർണൽ ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞാൽ അയാൾ രക്ഷിക്കപ്പെട്ടു, അയാൾ സ്നാനപ്പെട്ടു, അയാൾ സഭയിൽ വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. വേദപുസ്തകം അവരെ ജഡീകൻ എന്ന് വിളിക്കുന്നു. ജഡത്തിൻ്റെ അഭിലാഷത്തിനനുസരിച്ച് ജീവിക്കുന്ന ആൾ. നമുക്കതിന് തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ് ഉള്ളത്. നമ്മൾ ചിലപ്പോഴും വിചാരിക്കുന്നത് ജഡീകൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള, എസ്പെഷ്യലി വി ഗോ വിത്ത് സംതിങ് ടു ഡു വിത്ത് സെക്ഷുവൽ ഓർ അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്ത ചിന്താഗതിയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്നത്. നോ, യു ആക്ട് അക്കോർഡിംഗ് ടു യുവർ ഫ്ലഷ്. ജഡത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആക്ട് ചെയ്യുന്നതിനെയാണ് ജഡസ്വഭാവമുള്ളവൻ അല്ലെങ്കിൽ ജഡീകൻ എന്ന് വിളിക്കുന്നത്. സെൻഷ്വൽ എന്ന് പറയുന്നത് ആക്ടിങ് അക്കോർഡിംഗ് ടു യുവർ സെൻസസ്. നമ്മുടെ സെൻസസിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുന്നതും ഒക്കെ അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനെയാണ് സെൻഷ്വൽ എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കുമുള്ള ക്രൂഡ് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് ഫ്ലഷ്ലി. അത് മാത്രമല്ല, അത് പൈശാചികവും അത്രേ. അപ്പോൾ ഒത്തിരിയും ആളുകളുണ്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾ. ലോകപ്രകാരം ജീവിക്കുക, ജഡപ്രകാരം ജീവിക്കുക, പിശാചിൻ്റെ ഇഷ്ടം. പൈശാചികമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പകരം ചെയ്യുന്നതും, പൈശാചികമായിട്ടുള്ള കാര്യമാണ് ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട് നടക്കുന്നതും, ശാഠ്യം കാണിക്കുന്നതും. ഇതെല്ലാം ഇത് ഒരു ദൈവ പൈതലിന് ചേർന്നതല്ല. ഇത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഹൃദയത്തിലുള്ള ഒരാൾക്ക് ചേർന്നതല്ല. ഇത് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പം നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പതുക്കെ നമ്മളതിനെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ നിത്യതയെ ബാധിക്കും. മുകളിൽ പറഞ്ഞ നാവിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പ് വന്നാൽ പിന്നെ നാവ് അടങ്ങിയിരിക്കത്തില്ല. കയ്പിൻ്റെ വാക്കുകളായിരിക്കും എപ്പോഴും പറയുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് ദേഷ്യത്തിൻ്റെ വാക്ക് കയ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യത്തിൻ്റെയും പകയുടെയും ഒക്കെ വാക്കുകളായിരിക്കും പുറത്തേക്ക് വരുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ തകർച്ച ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ ശാഠ്യം വന്നു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ വീടുകളിൽ, സഭകളിൽ ഒക്കെ ആളുകൾ അങ്ങ് ശാഠ്യം പിടിക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ വഴിയാണ് നേരായിട്ടുള്ള വഴി എന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നതാണ് എല്ലാവരും കേൾക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിഗള ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം വേറൊരാൾ എന്താണ് തിങ്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലും അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട്, സത്യമുണ്ട്. Let me hear my brother, let me hear my sister, let me hear my husband, let me hear my wife, let me hear my children. Probably I may find something from that. അത് ഹ്യൂമിലിറ്റിയുടെ ഒരു ലക്ഷണമാണ്. ക്രിസ്തുയേശുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് വരുന്നതിനകത്തെല്ലാം വാക്കുകളിലൂടെ ഇതെല്ലാം കാണാൻ പറ്റും. സോ ഓൾ ദീസ് തിങ്സ് വുഡ് കം ത്രൂ അവർ വേർഡ്സ്. അപ്പോൾ ഇത് പൈശാചികമായിട്ടുള്ളതാണ്, ഇത് പ്രാകൃതമായിട്ടുള്ളതാണ്, ഇത് ഭൗമികമായിട്ടുള്ളതാണ്. അങ്ങനെ ജീവിക്കുന്നവരെ നമുക്ക് ജഡീകൻ എന്നല്ലാതെ വേറൊന്നും പറയാൻ സാധ്യമല്ല. ജഡീകനായ മനുഷ്യൻ വേഷമിട്ടിരിക്കുന്നത് ഒരു ഭക്തനായ മനുഷ്യൻ്റെ വേഷം. നോക്ക്, ഇതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്ന വേ ആണ്.
16-ാമത്തെ വാക്യം പറയാ, ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. സോ വെൻ ദീസ് തിങ്സ് ഹാപ്പൻ, ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് വുഡ് ഫോളോ. എന്ന് പറഞ്ഞാൽ ഈ പാപങ്ങളുടെ പ്രത്യേകത, ഈ നാക്ക് ശരിയല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ പാവങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഒരാൾ വണ്ടി പിടിച്ച് വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ വരുന്നു. യുനോ, ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. ദി ഓണസ്റ്റ് ട്രൂത്ത് ഇസ് ദാറ്റ്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. ദി ഓണസ്റ്റ് ട്രൂത്ത് ഇസ് ദാറ്റ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളെ തന്നെ നമ്മളൊന്ന് നോക്കിയാൽ, നമ്മുടെ നാവിൻ്റെ യൂസേജ് ഒന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ ലെവൽ എന്തുവാന്നുള്ളത്. in all those of you who know, if you ever been to milk societies in Kerala, പാല് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പണ്ടൊക്കെ ഉള്ളൊരു ഇപ്പം അതുണ്ടോ എന്നും എനിക്കറിയത്തില്ല. എൻ്റെയൊക്കെ ചെറിയ നാളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചില സമയത്തൊക്കെ പാല് വാങ്ങിക്കാൻ ഇങ്ങനെയുള്ള പാല് സൊസൈറ്റികളിലൊക്കെ പോകും. ആരെങ്കിലും അവിടെ പാലും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരതിനകത്ത് ഒരു മീറ്റർ ഇട്ട് നോക്കും. ദാറ്റ് ഈസ് കോൾഡ് ദ ലാക്ടോമീറ്റർ. അപ്പം ഈ ലാക്ടോമീറ്ററിൻ്റെ പ്രത്യേകത എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു അതിൻ്റെ പേരെങ്ങനെയാണെന്ന്, ഞാനത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നതല്ല, ഇറ്റ് കെയിം ഇൻ മൈ മൈൻഡ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് എത്രയുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഈ സൊസൈറ്റികളിലൊക്കെ അവിടെ ഇരിക്കുന്നവരും ഈ പാല് കൊണ്ടുവരുന്നവരുമായിട്ടൊക്കെ വലിയ വാക്കുതർക്കം ഉണ്ടാകാറുണ്ട് ചില സമയത്ത്. കാരണം അവർ പറയും ഇത് നിറച്ച് വെള്ളമാണ്, അയാൾ പറയുന്നു ഞാൻ വെള്ളം ചേർത്തില്ല. അപ്പോൾ അവിടെ ആ കൂടെ ഒരു ഡിസ്പ്യൂട്ടായി. കാര്യം ഈ മീറ്റർ കള്ളം പറയത്തില്ല. ഈ മീറ്റർ അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് അറിയാം പാലിനകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അതിന് തിരിച്ചറിയാൻ പറ്റും. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് അതേപടി ഒരു മീറ്ററാണ്. ആ നാവി നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ അകത്തെ കണ്ടീഷൻ എന്തുവാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞത്, നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് നാവ് പ്രസ്താവിക്കുന്നു. അവിശ്വാസത്തിൻ്റെ വാക്കുകളാണോ വരുന്നത്? കയ്പിൻ്റെ വാക്കുകളാണോ വരുന്നത്? ഡിവിഷൻ്റെ വാക്കുകളാണോ വരുന്നത്? ആളുകളെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണോ വരുന്നത്? ഇതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ എന്തുവാണെന്നുള്ളത്. നമ്മുടെ പ്രവൃത്തി കണ്ടാൽ അറിയാൻ പറ്റും നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ കണ്ടീഷൻ എന്തുവാണ് എന്ന് പറയാൻ പറ്റും. അപ്പം ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഇനി 17-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, നോക്കണം, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. മുമ്പേ പറഞ്ഞു ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. ഈ പറഞ്ഞ പകരം ചെയ്യണം, വാക്കുകൾ ഇങ്ങനെ പറയണം, ഈ രീതി പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആ ചിന്തയും ആ ജ്ഞാനവും ഒക്കെ ഭൗമികമായിട്ടുള്ളതാണ്. അത് പ്രാകൃതമായിട്ടുള്ളതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കാർണൽ, സെൻഷ്വൽ, അല്ലെങ്കിൽ മലയാളത്തിൽ ജഡികമായിട്ടുള്ളതാണ്. അത് മാത്രവുമല്ല പൈശാചികവും അത്രേ. ഇറ്റ്സ് ഫ്രം ദി ഈവിൾ വൺ. കാര്യം അവനാണ് കലക്കമുണ്ടാക്കുന്നത്, അവനാണ് കയ്പുളവാക്കുന്നത്, അവനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ സ്വഭാവം നമ്മൾ കാണിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം അതെല്ലാം അവിടുന്നാണ് വരുന്നത്. ഇനി അടുത്ത നോക്കിയോണം, 17-ാമത്തെ വാക്യം പറയുകയാണ്, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താ? what are the characteristics of the wisdom that comes from above? ഒന്നാമത്തെ കാര്യം നിർമ്മലമായതാണ്. ഇറ്റ് ഇസ് പ്യുവർ, അൺഅഡൾട്ടറേറ്റഡ്. അത് പ്യുവർ ഇൻ എ സെൻസ്, righteous. Pure in a sense, pure, the real meaning is righteous. Something that is unadulterated, something which does not have any kind of impurities. അപ്പം അപ്രകാരമുള്ള ചിന്ത. പിന്നെ അടുത്ത ഒരു കാര്യം സമാധാനത്തിൻ്റെയാണ്. ഇറ്റ് ഓൾവേസ് തിങ്സ് അബൌട്ട് മേക്കിംഗ് പീസ്. കാരണം ഒരു സമാധാനവും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കില്ലാതിരുന്നപ്പം കർത്താവായ യേശു തമ്പുരാൻ ക്രൂശിൽ മരിച്ച് ആ സമാധാനം താൻ പുനഃസ്ഥാപിച്ചു. ഇനി മുതൽ നമ്മൾ പിതാവുമായ ദൈവമായിട്ട് ഒരു വിധത്തിലുള്ള എന്മറ്റി ഇല്ല. യേശു തമ്പുരാൻ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, അകത്ത് സമാധാനമുണ്ട്. അപ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്ന ആലോചനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് സമാധാനത്തിൻ്റെതായിരിക്കും. അത് ശാന്തതയും. നോക്കണം, it always be calm. It brings a calm.
ചില ആളുകൾ ചില കാര്യങ്ങൾക്കൊക്കെ പോയി വഴക്കുണ്ടാക്കിയിട്ട് പറയും, വലിയ ബഹളം ഉണ്ടായി കഴിയുന്നോണ്ടെയും അവർ പറയും ഇത് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇല്ല, ദൈവം പറഞ്ഞ കാര്യമാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചനയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം അത് റൈച്ചസ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം അത് നല്ല സമാധാനം നമ്മുടെ ഹൃദയത്തിലും, അത് നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ഇടപെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നല്ല ആ ശാന്തമായിട്ടുള്ള ഒരനുഭവം നമുക്കുണ്ടാകും. നോക്കിയോണമേ, അടുത്ത നോക്ക്, അത് അനുസരണമുള്ളതാണ്. ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഒബേസ്, ഒബീഡിയൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് പീസബിൾ, ഇറ്റ് ഈസ് ജെന്റിൽ, ഇറ്റ് ഈസ് ഈസി ടു ബി എൻട്രീറ്റഡ്. അതതിൻ്റെ അർത്ഥം. അനുസരണമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ടേക്ക് കെയർ ഓഫ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ കരുണ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുൾ ഓഫ് മേഴ്സി. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് കരുതുകയും ഒക്കെ ചെയ്യുന്നതാണ്. സൽഫലം നിറഞ്ഞതായിരിക്കും. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഓൾ ഗുഡ് ഫ്രൂട്ട്. നല്ല ഫലങ്ങളെല്ലാം അതിനകത്ത് കാണും. അടുത്ത നോക്ക്, പക്ഷപാതവും. ദർ ഇസ് നോ ഫാക്ഷൻസ് ഇൻ ഇറ്റ്, ദർ ഇസ് നോ ഫേവററ്റിസം ഇൻ ഇറ്റ്. അതിനകത്ത് ആരോടുമുള്ള ഫേവററ്റിസം ഒന്നുമില്ല. കപടമില്ലാത്തതാകുന്നു. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഹിപ്പോക്രസി ഇൻ ഇറ്റ്. ദർ ഇസ് നോ ഹിപ്പോക്രസി, ഇറ്റ് ഈസ് വിത്തൗട്ട് ഹിപ്പോക്രസി. നമ്മൾ ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചനയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, നിർമ്മലമായിരിക്കും, സമാധാനമായിരിക്കും, ശാന്തമായിരിക്കും, അനുസരിക്കാൻ എളുപ്പമുള്ളതായിരിക്കും, കരുണ കാട്ടുന്നതായിരിക്കും, സൽഫലം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും, യാതൊരു വിധത്തിലുള്ള പക്ഷപാതമില്ലാത്തതാണ്, അല്ലെങ്കിൽ ഫാക്ഷൻസ് ഇല്ലാത്തതാണ്, കപടവും ഇല്ലാത്തത്, ഹിപ്പോക്രസി ഇല്ല. ഇന്ന് ഒത്തിരി പേര് ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചന എന്ന് പറയുന്നതിനകത്ത് മൊത്തവും ഹിപ്പോക്രസി ഉണ്ട്. അവരുടെ ലാഭത്തിന് വേണ്ടി അവരോരോ കാര്യങ്ങൾ ചെയ്യുകയും അവർ പറയുകയും ചെയ്യുന്നു. അവർ എപ്പോഴും ഒരു ഒരു പക്ഷപാതപരമായിട്ട് അവർ ഇടപെടുന്നു. സൽഫലം നിറഞ്ഞൊന്നുമല്ല, തനിക്ക് എങ്ങനെയും ലാഭം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളവർക്ക്, അല്ലാതെ മറ്റുള്ളവർക്ക് എങ്ങനെയും ഒരു ഗുണം ഉണ്ടാകണം എന്നുള്ള വഴിയിലുള്ളതല്ല. ഈസി ടു ഫോളോ അല്ല. ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡായി നമുക്ക് ഏറ്റവും വലിയ പാടായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ശാന്തതയുണ്ടാകും, സമാധാനം ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർമ്മലമായതായിരിക്കും, റൈച്ചസ് ആയിട്ടായിരിക്കും. ദീസ് ആർ ദ ടെസ്റ്റ് ഓഫ് തിങ്സ്. ദീസ് ആർ ദ ടെസ്റ്റ്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ലിറ്റ്മസ് ടെസ്റ്റ് പോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചന എന്ന് പറയുന്ന കാര്യങ്ങൾ. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം അതിൻ്റെ പിറകിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ നോ. മറിച്ച് വല്ലാത്ത ഈർഷ്യയും വല്ലാത്ത ശാഠ്യവും ഇതാണ് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള പറച്ചിലും ഒക്കെ കാണുന്നു വരുന്ന സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യമൊക്കെ ആണെങ്കിൽ അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല. ഇനി ഇതിനൊരു പ്രത്യേകതകളുണ്ട്, അതുകൂടെ പറഞ്ഞ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുക. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നിങ്ങളെല്ലാം മേളി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയാലും ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വച്ചിരിക്കണം. മറക്കരുത് മേളി പറഞ്ഞ കാര്യം, കാരണം ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ഒരു വാക്യം വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. പ്രാക്ടിക്കൽ ലൈഫിലെടുത്താൽ ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഭർത്താവ് പോകുമ്പം ഭാര്യ ഭയങ്കര ഉടക്കാം, ഭാര്യ ഒരു കാര്യത്തിന് പോകുമ്പം ഭർത്താവ് ഭയങ്കര ഉടക്കാം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു സമാധാനമില്ല. ചർച്ചിൽ ഏതെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുന്ന കുറേ പേർ ഉടക്കമുണ്ടാക്കും, സമാധാനമില്ല. ഒരു സൊസൈറ്റിയിൽ സമാധാനമില്ല. ഈ സമാധാനം എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇത് നമ്മൾ വിതയ്ക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഇൻ പീസ്, സമാധാനത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വന്ന് ലെറ്റ്സ് ഡു ദിസ് ബിസിനസ് ടുഗെദർ, ലെറ്റ്സ് ഗോ അബൌട്ട് ദി സ്റ്റഡീസ് ടുഗെദർ, ലെറ്റ്സ് ടേക്ക് കെയർ ഓഫ് അവർ കിഡ് ദിസ് വേ, അതിനകത്തൊരു യോജിപ്പുണ്ട്, അതിനകത്തൊരു സമാധാനമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് ആ വിതയ്ക്കുന്ന വിതയുണ്ടല്ലോ, ദൈവത്തിൻ്റെ നീതി എന്ന ഫലം കൊയ്യും. അതിന് റിവാർഡ് കിട്ടും. ദൈവം ആ ഒരു കാര്യം നടത്തി നൽകും. The fruit of righteousness is sown in peace for them that make peace.
ദൈവം അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കും. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ നീതി അവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. ഒരു ഭാഗത്ത് ഹൃദയത്തിനകത്ത് തകർച്ച ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിറഞ്ഞിരിക്കുക. അത് വിശ്വാസത്തിന് ചേരുന്ന ഒരു കാര്യമേ അല്ല. അത് നമ്മുടെ നാവി നോക്കിയാൽ അറിയാം, നമ്മുടെ പ്രവൃത്തി നോക്കിയാൽ അറിയാം. നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, നാവിലാണ് ജീവനും മരണവും ഇരിക്കുന്നത്. നമുക്ക് ജീവനെ കൊണ്ടുവരാൻ പറ്റും, മരണത്തെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യം വിശദമായിട്ട് നമ്മൾ പഠിച്ചു. അപ്പം നാക്കിനെ മാത്രമായിട്ട് നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഹൃദയത്തിന് വ്യത്യാസം വരണം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വ്യത്യാസം കൊണ്ടുവരണം. അപ്പം ചില ആളുകൾ ആക്ട് ചെയ്യും, ഇതൊന്നും കറക്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കത്തില്ല. ദേ ജസ്റ്റ് പുട്ട് ബാൻഡേഡ് over that situation and then try to act okay. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ ബാൻഡേഡ് ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ക്രിസ്ത്യൻസ്. ഓക്കെ, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ബാൻഡേഡ് ഉണ്ടാക്കുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി, ദർ ആർ ലോട്ട് ഓഫ് കമ്പനീസ് ദാറ്റ് മേക്ക് നൗ. അപ്പം എന്തെങ്കിലുമൊക്കെ ചൊറിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടാൽ അറപ്പുളവാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ പുറത്ത് ഇതൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ട് വരിക. പക്ഷേ അകത്തെ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടില്ല. There are many people like that. The problem is they're going to lose the blessing that God has intended for them. If they continue, they will lose their faith and end up in big time trouble, losing even the eternity. എന്നാൽ ഉയരത്തിലെ ജ്ഞാനമനുസരിച്ച് നീങ്ങുന്ന ഒരാൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ കാണും. അത് വളരെ നിർമ്മലമായിരിക്കും, അത് സമാധാനം ഉളവാക്കുന്നതായിരിക്കും, അത് ശാന്തത ഉളവാക്കുന്നതായിരിക്കും, അത് അനുസരണ ഉളവാക്കുന്നതായിരിക്കും, കരുണ നിറഞ്ഞതായിരിക്കും, സൽഫലം നിറഞ്ഞതായിരിക്കും. ഒരു വിധത്തിലുമുള്ള പക്ഷപാതം അതിനകത്ത് കാണത്തില്ല, കാപട്യമൊന്നുമില്ലാത്ത ഒരു കാര്യമായിരിക്കും. ഇത് തന്നെ സ്ട്രെസ് ഫ്രീ ആക്കും മനുഷ്യനെ. ഇഫ് യു ഫോളോ ദീസ് തിങ്സ്, യു ഡോണ്ട് ഹാവ് ടു ഗോ ഇൻ ദാറ്റ് സ്ട്രെസ് എനിമോർ. അങ്ങനെ അതിലെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരുത്തൻ വിതയ്ക്കുകയാണെങ്കിൽ അവന് ദൈവത്തിൻ്റെ നീതി ആ കാര്യത്തിൽ കാണുവാൻ തക്കോണം സാധിക്കും. So I hope that this was a great blessing to you. A simple lesson, something that helps you grow and be, productive and be fruitful. ഇത് നിശ്ചയമായിട്ടും ഈ ഒരു കാര്യം, ഇത് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കൂടാതെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. I was just opening up the word before you. But I want you to understand that, many a times we stumble, many a times we lose all the blessings because we don't follow what Christ wanted us to follow. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതെ പോകുന്നു. Probably in the old days that many people in Kerala, they had rubber estates, the rubber plantations. നമ്മുടെ നാട്ടിൽ റബ്ബർ പ്ലാന്റേഷൻസ് ഉള്ളൊരു സമയമുണ്ടായിരുന്നു. ആൻഡ് സാധാരണ കിട്ടുന്ന പാലിൽ നിന്ന് കുറഞ്ഞ് പാല് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓണറിനറിയാം എന്തോ സംഭവിച്ചു. And sometimes these owners would go out and look what is happening. And ഈ വെട്ടുന്ന ആളോട് ചോദിക്കുന്ന, ഈ വെട്ടിയായിരുന്നോ എല്ലാം? അയാൾ പറയും, ഞാനെല്ലാം വെട്ടി, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ശരിയാ, അയാൾ വെട്ടിയിട്ടുണ്ട്. പക്ഷേ അത് റിസീവ് ചെയ്യുവാൻ വേണ്ടി അതിനകത്ത് വെച്ചിരിക്കുന്ന ചിരട്ട അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആ ചെറിയ കപ്പ്, അത് മിക്കവാറും തിരിഞ്ഞിരിക്കുമായിരിക്കും. Not able to receive what is coming from the tree. You lose it. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്ങിന് നഷ്ടം വരുന്നത് ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ, ഓക്കെ എന്ന് വിചാരിച്ച് പോകുന്ന ചില കാര്യങ്ങൾ, ബാൻഡേഡ് ഇട്ട് വെറുതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഓക്കെ ആണ് എന്ന് കാണിക്കുന്നതുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുക, സമാധാനത്തിൽ വിതയ്ക്കുന്നവൻ നീതി എന്ന ഫലം കൊയ്യും. Let this word make you think about your life and make corrections that are needed.
come before the Lord and say that, Lord, I love your word. And allow faith to grow in you. വിശ്വാസം ഹൃദയത്തിനകത്ത് നിറയാനിടയാകണം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു പോകും. എന്നാൽ കയ്പും വൈരാഗ്യവും നമ്മുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത രീതിയിലുള്ള ദോഷങ്ങൾ നിറയുമ്പം വിശ്വാസം പുറത്തേക്ക് പോകുവാനിടയായിത്തീരും. ആ ഒരവസ്ഥയാകാതെ കർത്താവിൽ ബലപ്പെടുവാൻ ദൈവം എല്ലാവരും നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുവാൻ നിങ്ങൾ കടന്നു വന്നു. ഈ വചനം കേട്ടത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഈ റെക്കോർഡിംഗ് ഓഫ് ചെയ്യുകയും പിന്നീട് സംശയങ്ങൾ നമുക്ക് ചോദിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. Father, we come before your presence. We love you, Lord, for all the things that you're doing in our lives. We heard your word. Lord, the word that came to us today, let it strengthen us, oh Lord, let it change our lives. I commit my hearers in your mighty hand. Father, I pray that your grace would be upon them. Bless them, oh Lord. Let not the evil one deceive them. And I pray that we all would grow in your likeness, and faith in you would transform our lives and completely our actions and our words. We thank you for this blessed evening. We give you glory, honor, and praise. Lord, I pray that you would take care of all the needs of your children. I pray that they would experience abundant grace. If they need healing in their body, heal them. If they need, oh Lord, some deliverance in their life, deliver them. If they need a breakthrough in their life, give them that breakthrough. I pray, God, that they would experience, oh Lord, righteousness coming upon them in all the things that they do. We thank you and we praise you. We give you glory, honor, and praise. In Jesus' precious name we pray. Amen.